ഇന്നിപ്പോ ഒരു വെള്ളിയാഴ്ച ആട്ടോ, ലീവുള്ള ദിവസം. രാവിലെ എണീക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഉന്മേഷം ആട്ടോ. ജോലിക്ക് പോകണ്ടല്ലോ. അങ്ങനെ കിച്ചണിലേക്ക് വന്ന ഒരു പാത്രത്തിലേക്ക് ഒരു 10 ബദാം, ഒരു 3 ഈത്തപ്പായ ഇട്ട് നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം ഈത്തപ്പായത്തിന്റെ ഉള്ളിലുള്ള കുരുവൊക്കെ പോക്കിയതിനു ശേഷം അതിലേക്ക് 1 ഗ്ലാസ് പാല്, 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കുറച്ച് സമയം അവിടെ റെസ്റ്റിന് വെച്ച് എന്നിട്ട് പോയി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്ന് നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു വാങ്ങിയത്. ഐറ്റാവുന്നെടുത്ത് അതിന്റെ തോലൊക്കെ പോക്കിയതിനു ശേഷം നടുക്ക് മുറിച്ച് സ്ലൈസ് പീസാക്കി പ്ലേറ്റിലേക്ക് ഇട്ട് ഫ്രൈ പാൻ ചൂടായപ്പം അതിൽ മൊത്തമായിട്ട് നെയ്യ് പെരട്ടി കൊടുത്ത് എന്നിട്ട് മുറിച്ച് വെച്ച പായം അതിലേക്ക് ഇട്ട് 2 ഭാഗവും നല്ലോണം വേവിച്ചെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് മിക്സിന്റെ ജാറിലേക്ക് പുതിർത്താണ്ട് ഈത്തപ്പഴവും ബദാമും ഫസ്റ്റ് ഇട്ട് കൊടുത്ത് എന്നിട്ട് പാൽവെള്ളം പകുതി ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തതിനു ശേഷം ബാക്കിയുള്ള പാൽവെള്ളോടെയും ഒഴിച്ചിട്ട് ഒന്നുകൂടിയും കറക്കിയെടുത്താൽ അടിപൊളി ജ്യൂസ് സെറ്റായി വരട്ടോ. ഒരു ഗ്ലാസ് ജ്യൂസ് കറക്റ്റായി വന്നിക്കണ്. അങ്ങനെ പഴം വാട്ടിയതും തിന്ന് ജ്യൂസും കുടിച്ച് കോയിനെ വാങ്ങാൻ പോവാട്ടോ. നമ്മളെ റൂമിന്റെ അടുത്ത് തന്നെ ആട്ടോ കോഴിക്കാടുള്ളത്. എല്ലാരും ചോദിച്ചിന് ഇവിടെ ഇങ്ങനെ ഫ്രഷ് കോയിനെ അറുത്ത് വാങ്ങാൻ കിട്ടുമെന്ന്. ഇവിടെ നമുക്ക് നാട്ടിലെ നാടൻ കോയില്ലേ, അതിനെ വരെ വാങ്ങാൻ കിട്ടുട്ടോ. അങ്ങനെ ഒരു കോയിനെ അർപ്പിച്ച് കട്ടി ചെയ്യിച്ച് വാങ്ങി തിരിച്ച് റൂമിലേക്ക് തന്നെ വന്ന് 2 നേരത്തേക്ക് കറി വെക്കാൻ ഒരു കോയിനെ മൊത്തമായിട്ട് വേണ്ട, ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. കോയിന്റെ പകുതി ഇറച്ചി എടുത്ത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ച് സിമ്പിൾ ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഒരു ചിക്കൻ കറി ആട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 സവാള എടുത്ത് കുനുകുനാന്ന് കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് എടുത്ത് വീണ്ടും നമ്മൾ കുനുകുനാന്ന് കട്ട് ചെയ്തെടുത്തിട്ടോ. എന്നിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് പാകത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കുനുകുനാന്ന് കട്ട് ചെയ്ത് വെച്ച സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറിന്റെ മൂടി അടിച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിച്ചെടുക്കുക. എന്നിട്ട് എയറൊക്കെ പോക്കി മൂടി തുറന്നു നോക്കിയാൽ സവാള നല്ലോണം സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുത്തൊന്ന് സെറ്റ് ആക്കി എടുക്കുക. എന്നിട്ട് ഒരു തക്കാളി കട്ട് ചെയ്തും അതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കഴുകി വെച്ച് ചിക്കനും അതിലേക്ക് ഇട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് പാകത്തിലുള്ള ഉപ്പൊക്കെ ഇട്ട് മൂടി വെച്ച് 2 വിസിൽ അടുപ്പിച്ചെടുക്കുക. എന്നിട്ട് വേറൊരു കുക്കറിൽ വേഗം കുറച്ച് നെയ്ച്ചോറും റെഡിയാക്കി എടുത്ത് ഒരു ചിക്കൻ കറി നെയ്ച്ചോറും വെച്ചപ്പോഴേക്കും തട്ട് മുഴുവനും പാത്രം നിറഞ്ഞിട്ടുണ്ടോ. അങ്ങനെ ചെമ്പും പ്ലേറ്റും കയ്യിലും ഓരോന്നോരോന്നായിട്ട് എടുത്ത് കഴുകി വെച്ച് എന്നിട്ട് വേഗം പോയി കുളിച്ച് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി ജുമാ നിസ്കരിക്കാൻ പോവാട്ടോ. എല്ലാ വെള്ളിയാഴ്ചയും ഫുഡൊക്കെ റെഡിയാക്കി വെച്ച് പള്ളിയിൽ പോകുമ്പോൾ പള്ളിന്റെ ഉള്ളിൽ കയറാനുള്ള സ്ഥലം കിട്ടല്ലോ കേട്ടോ. ഇന്നും അതുപോലെ തന്നെ പുറത്താണെങ്കിൽ ഭയങ്കര ചൂടാട്ടോ. അങ്ങനെ ചൂടൊക്കെ കൊണ്ട് ജുമയൊക്കെ നിസ്കരിച്ച് തിരിച്ച് റൂമിലേക്ക് തന്നെ പോകുന്നു. കിച്ചണിൽ വന്ന് കുക്കർ 2 തുറന്ന് നോക്കിയപ്പം ചോറും കറിയൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്നെയും വെയിറ്റ് ചെയ്ത് പിന്നെ നമ്മളൊന്നും നോക്കില്ല, വേഗം ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്ച്ചോറും ഇട്ട് ചിക്കന്റെ ലിവറും 1/4 പീസും എടുത്ത് നെയ്ച്ചോറിലേക്ക് ഇട്ട് നല്ല മൊയ്ത്ത കറിയും കുറച്ച് നെയ്ച്ചോറിലൊക്കെ ഒഴിച്ച് കിച്ചണിൽ തന്നെ ഇരുന്ന് കഴിച്ചിട്ടോ. പള്ള നിറച്ചും അല്ല. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.